അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ നിർബന്ധമാക്കപ്പെട്ട ഒരു കർമ്മമാണ് 5 വഖത്ത് നമസ്കാരം എന്ന് പറയുന്നത്. എന്നാൽ നമസ്കാരം നിർബന്ധമാണെന്ന് അറിഞ്ഞിട്ടും നമുക്ക് ചുറ്റുപാടും തന്നെ ഉള്ള ആളുകളിൽ പലരും ഇതിനൊക്കെ നിസ്സാരമായി കാണുന്ന ആളുകളുണ്ട്. സത്യത്തിൽ അവർ ഈ നമസ്കാരത്തൊക്കെ നിസ്സാരമായി കാണാനുള്ള കാരണം എന്താണെന്നറിയാം? അവർ ഈ നമസ്കാരം ഒഴിവാക്കുന്നതിലൂടെ അവർ ചെയ്യുന്ന പാപത്തിൻ്റെ വലുപ്പത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഗുരുതരമായ അവസ്ഥയെക്കുറിച്ച് അവർ തിരിച്ചറിവില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ചില ആളുകൾ വെള്ളിയാഴ്ച ദിവസം അതുപോലെ തന്നെ പെരുന്നാൾ ദിവസം മാത്രം നമസ്കരിക്കുന്ന ആളുകളുണ്ട്. ചില ആൾക്കാർ നമസ്കരിക്കുക ചെയ്യാത്ത ആൾക്കാരുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പഠിപ്പിച്ച ഹദീസ് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളും കാഫിറും തമ്മിലുള്ള വ്യത്യാസം നമസ്കാരമാണ് എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ നമസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ കാഫിറായി അവിടെ തന്നെ മനസ്സിലാക്കാം. നമസ്കരിക്കാതിരുന്നാൽ എത്ര വലിയ പാപമാണെന്നും എത്ര വലിയ തെറ്റാണെന്നും നമുക്ക് അവിടെ തന്നെ ശരിക്കും ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകാൻ സാധിക്കും. മാത്രമല്ലേ, ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു വ്യഭിചാരി ഉണ്ട് വിചാരിക്കുക. ആ വ്യഭിചാരിയെക്കുറിച്ചുള്ള ചിന്താഗതി എന്തായിരിക്കും? മോശമായിരിക്കും അല്ലേ? അതേപോലെ തന്നെ ഒരു മോഷ്ടാവുണ്ടെങ്കിലും, അതേപോലെ തന്നെ എന്താ പറയുക, മദ്യപാനം ഉണ്ടെങ്കിലൊക്കെ അവനെക്കുറിച്ച് നമുക്ക് തെറ്റായ ഒരു ചിന്താഗതി മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, അതിനേക്കാൾ വലിയ ചീത്ത മനുഷ്യനാണ് ആര്? മോശപ്പെട്ടവനാണ് ആര്? നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ എന്നുള്ളതാണ്. ഒരിക്കലും ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ മോഷ്ടാവിനേക്കാളും വ്യഭിചാരിയേക്കാളും മദ്യപാനിയേക്കാളും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനേക്കാളും മോശമാണ് എന്നുള്ളതാണ്. അവിടെ തന്നെ മനസ്സിലായിക്കൂടെ നമ്മൾ ചെയ്യുന്ന തെറ്റ് എത്ര വലിയ തെറ്റാണെന്ന് ചിന്തിക്കുന്നവർക്കാണ് മനസ്സിലാകും. അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ നിൽക്കരുത്, നമസ്കാരം നമ്മൾ ഉപേക്ഷിക്കരുത് എന്നുള്ളതാണ്. ഒരിക്കൽ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നൊരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്ത കാര്യം അബൂ ദർദാ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നിർബന്ധമായും നമസ്കാരം മനഃപൂർവ്വം ഒരിക്കലും നീ ഉപേക്ഷിക്കരുത്. ആരാണോ മനഃപൂർവ്വം നിർബന്ധ നമസ്കാരം ഉപേക്ഷിച്ചത് അവന് അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതാണ്. മനസ്സിലാണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെന്ത് ചെയ്യൂല, ഒരു നിലക്കും സംരക്ഷിക്കില്ല. ഇതൊക്കെ ഇന്നത്തെ മുസ്ലിമീങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. നമുക്കറിയാലോ, നമ്മളൊരു കല്യാണത്തിന് പോയാൽ വല്ല പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ളുഹർ ബാങ്ക് കൊടുക്കണ്ട, നമ്മൾ അപ്പോഴും എവിടെയായിരിക്കും? ഒരു കാര്യമില്ലാതെ അങ്ങോട്ടൊക്കെ നടക്കണുണ്ടാവും എന്നല്ലാതെ നമ്മൾ നമസ്കരിക്കാൻ പോക്കുണ്ടോ? നമ്മൾ ശരിക്കും ചിന്തിച്ചോ? നമ്മൾ ഓരോ പരിപാടിക്ക് പോകുമ്പോഴും ളുഹറിനും അസറിനൊക്കെ ബാങ്ക് കൊടുക്കുമ്പോൾ അതിന് ഉത്തരമായിക്കൊണ്ട് നമ്മൾ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സംരക്ഷണം നമുക്കുണ്ടാവില്ല കേട്ടോ. നമുക്ക് എന്തും സംഭവിക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യുക, എവിടെ പോയാലും അതിൻ്റെ സമയമായി കഴിഞ്ഞ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കൂടിപ്പോയാൽ ഒരു 10 മിനിറ്റ് അല്ലേ ഇതിന് വേണ്ടിയുള്ളൂ? നമസ്കരിക്കാൻ കൂടിപ്പോയ ഒരു 10-15 മിനിറ്റ് അത്രേ വേണ്ടി വരുള്ളൂ. ആ സമയം നല്ല നിലക്ക് പോയിട്ട് നമസ്കരിച്ചു വന്നാൽ അള്ളാഹിൻ്റെ സംരക്ഷണം നമുക്ക് കിട്ടില്ലേ? അള്ളാഹിൻ്റെ കോപം നമ്മൾ വെറുതെ എന്ത് ചെയ്യരുത്, വാങ്ങിക്കൂട്ടി വെക്കരുത് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഒരിക്കൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുന്നൊരു കാര്യമുണ്ട്, മൻ തറക സലാത്ത് ഹബിത അമലുഹു വലം യുഖ്ബൽ സിയാമുഹു. ആരെങ്കിലും നമസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ അവൻ്റെ അമൽ അല്ലേ, അവൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പൊളിഞ്ഞു പോവുകയും അവൻ്റെ നോമ്പ് സ്വീകരിക്കപ്പെടുകയും ഇല്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവർ നമസ്കരിക്കൂല, എന്നാൽ റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ നോമ്പ് മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ പണ്ഡിതൻ്റെ ഈ വാക്ക് വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുക, എന്താ ഇവിടെ പറഞ്ഞത്, ആ മനുഷ്യന്മാരുടെ നോമ്പ് പോലും അഥവാ നമസ്കരിക്കാത്തവൻ്റെ നോമ്പ് പോലും അല്ലാഹു സ്വീകരിക്കില്ല എന്ന് പറയുമ്പോൾ ഇത്ര ഗുരുതരമായ തെറ്റാണ് നമസ്കാരം ഉപേക്ഷിക്കുന്നതിലൂടെ ആ വ്യക്തി ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. മാത്രമല്ലേ, നമ്മുടെ പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കുമല്ലോ, ആ പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ നമസ്കാരമുള്ളവന് നിങ്ങൾ കെട്ടിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. എന്തുകൊണ്ടറിയോ? നമസ്കാരമുള്ളവന് കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ വല്ല വീഴ്ചകൾ വന്നാൽ തന്നെ അവൻ നന്നാവും. കാരണം അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ട് അല്ലേ, അതുകൊണ്ട് അവൻ നന്നാവും. എന്നാൽ നമസ്കാരമില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തിക്കാണ് നിങ്ങൾ അവൻ്റെ പണവും അവൻ്റെ കാട്ടിക്കൂട്ടലൊക്കെ കണ്ടിട്ട് അവനാണ് നിങ്ങളെ കുട്ടിയെ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കുന്നതെങ്കിൽ അവനക്ക് നമസ്കാരവും ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഒരു നിലക്കുള്ള സമാധാനം നിങ്ങളുടെ മകൾക്ക് കിട്ടില്ല. കാരണം എന്താ അറിയോ, ആ മനുഷ്യന് അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത അല്ല. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളിൽ നിന്ന് നിങ്ങൾ വല്ലാതെ കരുണ എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. നമുക്കറിയാലോ, നമ്മുടെ വൈവാഹിക ജീവിതത്തിൽ സന്തോഷം എന്ന് പറയുന്നത് 1-2 ദിവസം ഉണ്ടായാൽ പോരാ, അത്
മരിക്കോളം നിലനിൽക്കേണ്ട ഒന്നാണ് സ്നേഹം എന്ന് പറയുന്നത്. ഈ സ്നേഹം നിലനിൽക്കണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവണം. അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടായി കഴിയുമ്പോൾ എന്താ പറയുക ഉണ്ടാവുക, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ബർക്കത്ത് കിട്ടും, അനുഗ്രഹം ഉണ്ടാവും. ആ അനുഗ്രഹം ഉണ്ടാകുമ്പോഴാണ് ആ വൈവാഹിക ജീവിതം സന്തോഷം സമാധാനം ഉണ്ടാവും. അല്ലാതെ കുറേ പണമുള്ളത് കൊണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാവും എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി നോക്ക്. കുറേ സമ്പത്തുണ്ടാവും, ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹമില്ലാത്ത എത്ര കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. അതേ നേരത്ത് തന്നെ വളരെ തുച്ഛമായ സാലറി വാങ്ങുന്ന നല്ല മനുഷ്യന്മാരുണ്ടാവും. അവരുടെ കുടുംബം നിങ്ങളൊന്ന് എടുത്ത് നോക്കി നോക്ക്, എന്ത് സന്തോഷമായിരിക്കും അവരുടെ ജീവിതം. അതാണ് ഞാൻ പറഞ്ഞത്, അള്ളാഹിനെക്കുറിച്ച് ചിന്തയുള്ള, അതേപോലെ തന്നെ അള്ളാഹിനെക്കുറിച്ച് ചിന്ത പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയമാകുന്ന നമസ്കാരമൊക്കെ ഉള്ള നല്ല വ്യക്തികൾക്ക് നിങ്ങൾ കെട്ടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഈ സ്ക്രീനിൽ എഴുതിയിരിക്കുന്ന ഈ ഹദീസ് നമ്മൾ വായിച്ചിട്ട് ഓരോ രക്ഷിതാക്കളും ചിന്തിക്കുക. നമ്മളെങ്ങാനും നമ്മുടെ പെൺമക്കളെ നമസ്കാരമില്ലാത്ത വ്യക്തികളുടെ കയ്യിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് ആരുടെ കയ്യിൽ കൊടുക്കുന്നത് പോലെയാണ് എന്ന് നമ്മൾ ശരിക്കും ചിന്തിക്കുക. നമുക്കറിയാം, അല്ലെങ്കിൽ പറഞ്ഞാണ്ടോ അവസാന ഭാഗം നോക്ക്, നമസ്കരിക്കാത്തവൻ സമുദായത്തിൽ നിന്ന് തന്നെ പുറത്തു പോകും എന്ന് പറയുമ്പോൾ നമസ്കരിക്കാത്തവന് നമ്മൾ തൻ്റെ മകളെ കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആർക്ക് കെട്ടിച്ചതുപോലെ ആയിരിക്കുമെന്നുള്ളത് ഓരോ രക്ഷിതാക്കളും ചിന്തിക്കുക. അതുകൊണ്ട് നമസ്കാരമുള്ള, ദീനീബോധമുള്ള നല്ല ആളുകളെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. എന്ന സന്തോഷവും സമാധാനം എന്നും നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെയും ജീവിതത്തിലുണ്ടാകും. നാം നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.